അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. സൈദിൽ ചെറുപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ടൗണിൽ നിന്ന് ഇതാണ് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡ് വരോട് പറയുന്ന സ്ഥലമാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഇവിടേക്ക് 5 കിലോമീറ്ററാണ്. ഈ സിറ്റിയിൽ നിന്ന് 200 മീറ്ററാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലം. ആണോ, സൂപ്പർ സ്ഥലമാണ്. എല്ലാവരും അനുയോജ്യമായ സ്ഥലം. 3 കൂടി സെൻറ്ററാണ്. ഇവിടുന്ന് 150-200 മീറ്റർ മാത്രമാണ്. നമുക്ക് കമ്പനി പ്രൊജക്റ്റുകൾക്ക് പറ്റും, വീടുകൾ കയറ്റാൻ പറ്റും, എല്ലാറ്റിനും ഹൗസ് പ്ലോട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാറ്റിനും അനുയോജ്യമായതാണ്. കാരണം സ്കൂളുകൾ, കോളേജുകൾ എല്ലാറ്റിനും അനുയോജ്യമായ സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. നിറയെ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ്. മാത്രമല്ല ടൗൺ ഇവിടെ അടുത്താണ്. കല്യാണ മണ്ഡപമുണ്ട്, സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. പള്ളി, മദ്രസ, അതുപോലെ തന്നെ അമ്പലം, ചാത്തൻകണ്ടർകാവ്, അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ. ഒറ്റപ്പാലം ടൗണിലേക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് 5 കിലോമീറ്റർ. അതേപോലെ തന്നെ ഒറ്റപ്പാലത്തിലില്ലാത്ത ഗവൺമെൻറ് ഓഫീസുകളില്ല, എല്ലാം 5 കിലോമീറ്ററിലാണ്. ഇവിടെ നിന്നുണ്ട് ആ പറയുന്നത് ഇത് കൊടുത്താണ്, ഇതിവിടെ കൊടുത്താണ്. ഇത് കാണിച്ചു കൊടുക്കണ്ട, അല്ലെങ്കിൽ ആൾക്കാർ വന്നാൽ ചോദിക്കും. ഇതാ ഈ കമ്പിവേലി, ഇത് നിന്ന് ഒരു വീട്ടുകാർക്ക് മുറിച്ച് കൊടുത്തതാണ്. ഒരു 10-15 സെൻറ്റ് സ്ഥലം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 100 മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഈ ടാറിങ് റോഡിന്. ഇതേ ടാറിങ് റോഡ് ഫ്രണ്ടേജ് 100 മീറ്ററാണ്. അപ്പോൾ ടൗണിൽ നിന്ന് ആകെ 150-200 മീറ്ററാണ് ദൂരം. ആ ഫ്രണ്ടേജ് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. ഫുള്ള് ആണോ, അങ്ങോട്ട് ആ തല വരണ്ട് ഫ്രണ്ടേജ്. എന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഉള്ളിലേക്കും കിടക്കാം. കാണിച്ചു കൊടുക്കുക. ഇതാണ് റോഡ്. നിങ്ങൾ ഇതിലേക്ക് വരുന്ന റോഡ്, ഒരു റോഡ് ഇതാണ്. 2 റോഡ് വരുന്നുണ്ട്. അതിലത്തെ ഒരു റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന റോഡ് തന്നെയാണ് ഓഡിറ്റോറിയം. കേട്ടോ, ഓഡിറ്റോറിയം. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ ഫ്രണ്ടേജ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇനി ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട്. 100 മീറ്ററാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. കേട്ടോ, 100-ൽ കൂടുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഏകദേശം 100 ഞാൻ പറഞ്ഞത് അല്ലേ. ഫുള്ള് ഫ്രണ്ടേജ്, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് ഇത്. കാണിച്ചു തരാം. നിറയെ വീടുകൾ, അങ്കനവാടിയാണ് അതിൻ്റെ തൊട്ടത്. ഇതിങ്ങനെ ഫുള്ള് ഫ്രണ്ടേജ് ഉണ്ട്. വേണ്ട ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് കയറാം. ഫുള്ള് ഇങ്ങനെ പോവാ. ഇതേണ്ട് പോരെ, ഇതേണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെയൊക്കെ വീടുകളാണ്. ഇവിടെ വീടുകളാണ്. ഒന്നര ബേബികളുണ്ട് പോരി. ഇവിടെ കുറച്ച് പാറുണ്ട്. ഇറച്ചിയിൽ എല്ലിട്ട മാതിരി. കാരണം അതില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. കണ്ടോ, ഇറച്ചിയിൽ എല്ലിട്ട മാതിരി കുറച്ച് പാറുണ്ട്. ഇവിടെ ഒരു 5 സെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ സ്ഥലം, ഈ വൃത്തിയാക്കിയ സ്ഥലം 5 സെൻറ്റ് ഒരു വീട്ടുകാർ വേണം പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 15-20 സെൻറ്റ് സ്ഥലം ഇതിൽ പോയിട്ടുണ്ട്. ബാക്കി ഒരു 1.27 ഇതിൽ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് 5 സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഫ്രണ്ടേജ് അങ്ങോട്ട് കിടക്കണം. ആ റോഡ് വീടിനോ വീട് കാണിച്ചതാ. ഇതുവരെ അങ്കനവാടിയുടെ അപ്പുറം വരെ സ്ഥലമുണ്ട്. അങ്കനവാടിയാണ് ഒരു ഏതാട്ടാ ബാക്കിൽ അല്ലേ. ഇതിലൊക്കെ വീടുകളാണ്. ബാക്കിൽ കൂടെ ഒക്കെ വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബേബികൾ വീട് വേണ്ടോ. ഇനി നമുക്ക് ആ സെൻട്രൽ ഭാഗത്തു നിന്ന് പോയി കാണിച്ചു കൊടുക്കാം. ഒരു 10 സെൻറ്റ് വേണോ, 5 സെൻറ്റ് വേണോ, അതിനും വിളിച്ചോളിയിട്ടാ. അതൊരു 1.25 ഉറുപ്പിക റേറ്റൊക്കെ വരും. കാരണം എന്താ പറയുക, ടൗണിൻ്റെ അടുത്താണ്. അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ ഇനി ഒന്നിച്ച് വേണോ, അങ്ങനെയും വിളിക്കാം. എങ്ങനെ നിങ്ങളുടെ സൗകര്യം. അങ്ങനെ ഒന്നിച്ചാകുമ്പോൾ ഒരു കമ്പനി, ഫാക്ടറി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നവർക്ക് പറ്റും. മറ്റേതെങ്കിലും വീടുകൾക്ക് പോകുമ്പോൾ 1.25 ഉറുപ്പിക റേറ്റ് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫുള്ള് ഫ്രണ്ടേജ് കാണിച്ചു തന്നു. ഇനി അടുത്തത് ഈ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ ബാക്കിലൊക്കെ വീടുകളാട്ടോ. നല്ലൊരു ഗ്രൗണ്ടാണിത്. അങ്ങനെ പൊന്ത കെട്ടി കിടക്കൊണ്ടേ ആണോ, നല്ല ഗ്രൗണ്ട്. ബാക്കിലൊക്കെ വീടുകളാണ്. ഇതല്ലേ, ബാക്കിലൊരു അല്പം ചെരിവുള്ള സ്ഥലം കൂടിയാണ്. അന്ന് കാണിച്ചു കൊടുത്താൽ നല്ല പ്രകൃതി ഭംഗിയുള്ള, നല്ല പച്ചപ്പുള്ള, നല്ല പൂങ്കാവനം. കണ്ടോ എന്താ ഭംഗി. റിസോർട്ടിൻ്റെയൊക്കെ കെട്ടാൻ പറ്റിയ സ്ഥലമാണ് ഇത്. പിന്നെ ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത് ഫ്ലാറ്റുകൾ കെട്ടാട്ടോ. ഫ്ലാറ്റൊക്കെ കെട്ടിയാൽ ഇവിടെ ടീച്ചർമാർ ഒരുപാടുണ്ട്. കാരണം ഇവിടെ തൊട്ടടുത്തൊക്കെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഒരുപാടുള്ളത് കൊണ്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ പറ്റും. ഓഡിറ്റോറിയം കെട്ടാൻ പറ്റും, കല്യാണ മണ്ഡപം കെട്ടാൻ പറ്റും കേട്ടോ. കല്യാണ മണ്ഡപം കെട്ടാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം. നല്ലൊരു മണ്ഡപം കെട്ടിക്കൂടെ ഇതിൽ. ആധുനിക സൗകര്യത്തോടു കൂടി, പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടി നല്ലൊരു മണ്ഡപം കെട്ടാം. അതേമാതിരി കോളേജുകൾക്ക്, സ്കൂളുകൾക്ക്, കമ്പനികൾക്ക്, ഗോഡൗണുകൾക്ക് എല്ലാറ്റിനും അനുയോജ്യമായ സ്ഥലമാണ്. അപ്പോൾ എല്ലാ ഭാഗവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 100 മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. ഇതിൽ 1 ഏക്കർ 27 സെൻറ്റ് സ്ഥലമാണ് ഇനി നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഒരു റേറ്റാണ്. അല്ലെങ്കിൽ 5-10 സെൻറ്റ് വേണമെങ്കിൽ അതിന് റേറ്റാണ്. 5-10 സെൻറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു 1.25-1.5 വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ചെടുത്തോളി. നമുക്കൊരു 85 ഉറുപ്പികയുടെ ഉള്ളിൽ കച്ചവടം ചെയ്യാം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖം ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 85 ഉറുപ്പിക. കാരണം ടൗണിൻ്റെ അടുത്ത് കല്യാണ മണ്ഡപം ആകെ 50 മീറ്റർ 100 മീറ്റർ
ബസ് റൂട്ട്, സെൻട്രൽ, ടൗണ് എല്ലാം കൂടി എനിക്ക് 150-200 മീറ്റർ. അംഗനവാടി തൊട്ടടുത്ത്, ഹയർ സെക്കൻഡറി തൊട്ടടുത്ത്, അങ്ങനെ എല്ലാ സൗകര്യം. പ്രത്യേകിച്ച് ഒറ്റപ്പാലം ഗവൺമെൻറ് ഓഫീസുകളില്ലാത്ത ഇല്ല, എല്ലാ ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് ഒറ്റപ്പാലത്തുണ്ട് കേട്ടോ. സിവിൽ സ്റ്റേഷൻ ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, സർവീസ് സ്റ്റേഷൻ ഉണ്ട്, അങ്ങനെ ഓരോ സ്റ്റേഷനുകളും അവിടെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനും ഉണ്ട് ലാസ്റ്റ്. അപ്പോൾ ഒക്കെ 5 കിലോമീറ്ററാണ്. അപ്പോൾ ഇത് ഒന്നിച്ചെടുത്തൊരു കമ്പനിയൊക്കെ നടത്തുകയാണ്. ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട്, 2 ഭാഗത്തു കൂടെ റോഡുണ്ട്, എല്ലാ സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടോളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ഹബീബിനോട് പറയാനുള്ളത് ഇത് ഷെയർ ചെയ്തോളിട്ടാ. ഇത് ഷെയർ ചെയ്ത് ഓരോരുത്തർക്കും എത്തിക്കുക. കാരണം എന്താ പറയുക, നല്ല സ്ഥലമാണ് അല്ലേ. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കാനാണ്, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ഉണ്ടോ. എന്ത് പ്രൊജക്റ്റാണ്, ഒരു മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഏരിയ. അതുകൊണ്ട് നോക്കി ഉണ്ടോ, നല്ല ഭംഗിയുള്ള നാട്. അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ്, ഒറ്റപ്പാലം താലൂക്കിലാണ്, വരോടാണ് കേട്ടോ. ഇത് അമ്പലപ്പാറ പഞ്ചായത്തിൽ പെടും അല്ലേ. ഇത് പഞ്ചായത്താ മുനിസിപ്പാലിറ്റിയാ? മുനിസിപ്പാലിറ്റി. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയാണ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പെടും കേട്ടോ. അപ്പോൾ മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലമാണ്. നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ റേറ്റിന് കിട്ടാൻ പോകണം. ലാസ്റ്റ് നമുക്കൊരു 85 ഉറുപ്പ്യക്ക് ഒന്നിച്ചാണ് ചെയ്യുകയാണെങ്കിൽ തരാൻ പോകണം. അല്ലെങ്കിൽ തുണ്ടായിട്ടാണോ നിങ്ങൾക്ക് വേണ്ട, അതിനായ വ്യത്യാസം റേറ്റ് വരും. അതും കൂടെ നിങ്ങളെ അറിയിക്കണം. അതിൻ്റെ നമ്പറാണ് കൊടുക്കണ്ടോ, ഓണറുടെ നമ്പറാണ് വെക്കണം. ഓണറോട് നേരിട്ട് സംസാരിച്ചോളി. കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ അറിയിക്കണം മാത്രം. 1% വാങ്ങണോ കമ്മീഷൻ തരണ്ടോ. കാരണം ചിലവരെന്താ പറയുക, ഓണറുടെ നമ്പർ വെച്ചോക്കണം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. നടക്കൂല കേട്ടോ, പരിപ്പ് നടക്കൂല കേട്ടോ. ഇതാ കണ്ടില്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഒറ്റപ്പാലം താലൂക്കിൽ, ഒറ്റപ്പാലം ടൗണിൽ 5 കിലോമീറ്റർ മാറിയിട്ട് എല്ലാ സൗകര്യത്തോടു കൂടിയ 1 ഏക്കർ 27 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒന്നിച്ചെടുക്കുന്നവർക്കാണ് 85 ഉറുപ്പ്യ റേറ്റ് പറയുന്നത്. അത് നെഗോഷ്യബിൾ കൂടിയാണ് ചെറിയ രീതിയിൽ. കാരണം 1 ഉറുപ്പ്യക്ക് വേണം പറഞ്ഞതാണ്. കാരണം ടൗണിൻ്റെ അടുത്തുള്ള ഭൂമി ആയതുകൊണ്ടാണ്. അവിടെ മുറിച്ചു കൊടുത്തിട്ട് 1.5 ഉറുപ്പ്യ റേറ്റിലാണ് ഒരു വീട്ടിന് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ നിങ്ങളോട് പറയണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ ഹബീബികളും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും. മായസ്സലാമ.